കേരള ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ രാഷ്ട്രീയ സാംസ്കാരിക ചലനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഗ്രാമമാണ് ചെമ്പ്രശ്ശേരി. മലബാർ സമരവും നമ്പൂതിരി സമുദായത്തിൽ നടന്ന നവോത്ഥാന പരിശ്രമങ്ങളും സൃഷ്ടിച്ച അലയൊലികൾ, ഉച്ചത്തിൽ മുഴങ്ങിയ മണ്ണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുൾപ്പെടെ ശ്രദ്ധേയമായ നിരവധി നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ട കലാസാംസ്കാരിക ഭൂമിക. ഈ നാടിന്റെ അക്ഷരഹൃദയമാണ് ചെമ്പ്രശ്ശേരി AUP സ്കൂൾ. ഒരു വിദ്യാലയം എന്ന നിലയിലുള്ള കേവല സാന്നിധ്യത്തിനുപരിയായി ചെമ്പ്രശ്ശേരിയുടെ കലാസാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രവും മാറ്റങ്ങളുടെ പ്രഭവസ്ഥാനവുമാകാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു. 73 വർഷങ്ങൾ പിന്നിടുമ്പോഴും അതങ്ങനെ തന്നെ തുടരുന്നു. രക്ഷിതാക്കളുമായും നാട്ടുകാരുമായും പുലർത്തിയ സവിശേഷ ബന്ധം ഈ സ്കൂളിന്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സമൂഹവുമായുള്ള ഇഴയടുപ്പം ശ്രദ്ധേയമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയെല്ലാം എക്കാലത്തും ഈ വിദ്യാലയത്തിന്റെ ശാക്തീകരണത്തിന് കരുത്തുപകർന്നു. നാടിന്റെ ആകെ അഭിമാനമാകാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ ജനതയുടെ ഹൃദയത്തിൽ വേരുപടർത്തിയ ഈ ഗ്രാമീണ അക്ഷരാലയം 73-ാം വയസ്സിലും ശിരസ്സുയർത്തി നിൽക്കുന്നു. അജയൻ മാഷ് പ്രതിസന്ധി ഘട്ടത്തിൽ ചെമ്പ്രശ്ശേരി AUP സ്കൂളിന്റെ സാരഥ്യമേറ്റെടുത്ത് ഈ വിദ്യാലയത്തിന്റെ ഹൃദയമിടിപ്പായി മാറിയ അധ്യാപകൻ. ധാർഷ്ട്യം തൊട്ടുതീണ്ടാത്ത ഉറച്ച ശബ്ദത്തിൽ, സൗമ്യതയുടെ ഭാഷയിൽ സഹപ്രവർത്തകരോടും വിദ്യാർത്ഥികളോടും ഇടപെട്ട മാഷ് ഈ വിദ്യാലയത്തിന്റെ മഹിതമായ പാരമ്പര്യം എന്നും കാത്തുസൂക്ഷിച്ചു. ചരിത്ര വിജയങ്ങൾക്കായി മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും ചരിത്രം രചിക്കുമ്പോഴും മാഷ് കൂടുതൽ വിനയാന്വിതനായി. ചെമ്പ്രശ്ശേരി എന്ന ഭൂമികയോട് ഹൃദയൈക്യമുണ്ട് അജയൻ മാഷക്ക്. നാടകവേരുകളിലൂടെ പടർന്ന് തലമുറകളിലൂടെ വളർന്ന ആത്മബന്ധത്തിന്റെ തുടർച്ചയാണത്. അജയൻ മാഷെന്നാൽ ഇരുട്ടിനെ മറികടന്ന വിജയകാലത്തിന്റെ വെളിച്ചമാണ്. സ്വപ്നങ്ങൾക്ക് വഴികാട്ടിയായി നിന്ന നായകസ്വരമാണ്. ഹെഡ്മാസ്റ്റർ പദവിയിൽ നിന്ന് വിരമിക്കുമ്പോഴും ആ അധ്യായം അവസാനിക്കുന്നില്ല. അജയ്യമായ അജയകാലം നാളെ കൂർജമായി കാലത്തിന്റെ ചുവരിൽ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. നന്ദി, 1000 നന്ദി. ജയജീവ് മാഷ് ചെമ്പ്രശ്ശേരി AUP സ്കൂളിന്റെ സാങ്കേതിക വിദഗ്ധൻ, സർവീസ് ഉപദേഷ്ടാവ്. അതായിരുന്നു ബഹുഭാഷകൾ അറിയുന്ന ശാസ്ത്രാധ്യാപകൻ ജയജീവ് മാഷ്. അധ്യാപകൻ പാഠങ്ങൾ മാത്രം പഠിപ്പിക്കുന്നവനല്ല, ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ശില്പി കൂടിയാണ് എന്ന തത്വം അർത്ഥവത്താക്കി വിദ്യാർത്ഥികളുടെ കണ്ണിൽ ചോദ്യങ്ങൾ തെളിയിച്ച് അവർക്കുള്ളിൽ വിജ്ഞാനത്തിന്റെ തീ കൊളുത്തിയ മാഷ് കാലത്തിനൊപ്പം നടക്കാൻ എന്നും പരിശ്രമിച്ചു. സർവീസ് കാര്യങ്ങളിൽ വിദഗ്ധനായ ജയജീവ് മാഷ് എല്ലാം കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്ന വിശ്വസ്ത സാന്നിധ്യമായി. നവസാങ്കേതികതയെ സ്വാംശീകരിച്ച് പുതുയുഗത്തിന്റെ വഴിയെ നടന്ന മാഷ് എന്നും പുതിയ മനുഷ്യനായിരുന്നു. അധ്യാപനത്തിലെന്ന പോലെ പാചകത്തിലും പുതുവഴി വെട്ടിയ മാഷ് കൈപുണ്യത്തിന്റെ പര്യായമായി. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ജയജീവ് മാഷക്ക് മുൻപിൽ പുതിയ കാലം കൺതുറന്നു നിൽക്കുന്നു. അതിൽ തുടരാൻ മാഷിന് പ്രയാസമേതുമുണ്ടാവില്ല. കാരണം അയാൾ അടിമുടി അപ്ഡേറ്റഡ് ആണ്. ബീന ടീച്ചർ ചെമ്പ്രശ്ശേരി സ്കൂളിന്റെ സ്വന്തം എഴുത്തുകാരി, നല്ല വായനക്കാരി, ജീവിതത്തെ നന്മയുടെ പക്ഷത്ത് നിന്ന് വായിച്ച അധ്യാപിക. വായനയുടെ പ്രകാശം കൈമുതലാക്കി അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കഥകളായി പകർന്ന ടീച്ചർക്ക് ആ കഥകൾ വെറും വിനോദവസ്തുവായിരുന്നില്ല, കാലത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിരുന്നു. സമകാലിക സമൂഹത്തിന്റെ വേദനകളും സ്വപ്നങ്ങളും ആശങ്കകളും കുട്ടികളുടെ ഭാഷയിൽ എഴുതി അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച രചനകൾ, കഥാവതരണ മത്സരങ്ങളിൽ തുടർച്ചയായി വിജയചരിതമെഴുതി. കഥകളിലൂടെ ചിന്ത വളർത്തി, വായനയിലൂടെ മൂല്യങ്ങൾ വിതറി കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൊടുത്ത ബീന ടീച്ചർ ശാസ്ത്രം പഠിപ്പിച്ചതും മനുഷ്യപക്ഷത്ത് നിന്നാണ്. ചെമ്പ്രശ്ശേരി AUP സ്കൂളിന്റെ സാരഥ്യം വഹിച്ചിരുന്ന CT ഗോവിന്ദൻ മാസ്റ്ററുടെയും സതീദേവി ടീച്ചറുടെയും മകൾക്ക് ഈ വിദ്യാലയം ഹൃദയത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടുതന്നെ അധ്യാപനം അവർക്ക് ആത്മാർത്ഥതയുടെ മറുപേരായിരുന്നു. വിരമിക്കുമ്പോഴും ബീന ടീച്ചർ കുട്ടികളുടെ ജീവിതങ്ങളിൽ തുടർന്നെഴുതപ്പെടുമെന്ന് തീർച്ച. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ, പിരിയാത്ത
നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ